30,000 രൂപ ബഡ്ജറ്റിനുള്ളിൽ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട ശേഷം മാത്രം ബൈ ചെയ്യാൻ നോക്കുക. കാരണം വെച്ചാൽ അതിനകത്ത് കുറച്ച് ബെസ്റ്റ് ആയിട്ടുള്ള മോഡൽസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല ഈ ഒരു വീഡിയോയിൽ ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു മോഡൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസേജിന് പറ്റിയ മോഡലാണ് എന്നുള്ളത് വീഡിയോ കണ്ട ശേഷം കമൻറ്റായിട്ട് അറിയിക്കുക. ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്നാണ്. അതായത് നത്തിങ് ഫോൺ 1 എന്ന് പറയുന്ന മോഡൽ ഏകദേശം 30,000 രൂപ ബഡ്ജറ്റിലാണ് വരുന്നത്. പക്ഷേ ചില സമയത്ത് നമുക്ക് ഓഫറും കാര്യങ്ങളും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 25,000 രൂപ അതുപോലെ തന്നെ 26,000 രൂപ ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ബൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു LED ലൈറ്റിംഗ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ടോട്ടൽ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഒരു പ്രീമിയം ലുക്ക് തരുന്ന അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രീമിയം ലുക്കും ഫീലും തരുന്ന ഒരു മോഡലാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗണിൻ്റെ 778G എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 50 mm ഡ്യുവൽ ക്യാമറ കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു കിഡിൽ ക്യാമറ സിസ്റ്റം നമുക്ക് ആ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. പക്ഷേ ലോ ലൈനിൽ മാത്രം കുറച്ച് സ്ട്രഗിൾ ചെയ്യാനുണ്ട്. അതല്ലാണ്ട് ബാക്കി നോക്കുന്ന സമയത്ത് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വയർലെസ് ചാർജിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ ഒരു നത്തിങ് OS എന്ന് പറയുന്നതൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു OS ആണ്. എങ്കിലും നല്ല രീതിയിൽ കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളും വരുന്നുണ്ട്. അത് മാത്രമല്ല നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള UI കാര്യങ്ങളാണ് അതിൽ കിട്ടുന്നത്. ഒരു ക്ലീൻ ആയിട്ടുള്ള ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു മോഡലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. 5000 mAh ബാറ്ററി കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഒരു പോരായ്മ എന്ന് പറയുന്നത് നമുക്ക് ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല. അതുപോലെ തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നമ്മൾ ഔട്ട്ഡോറിൽ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബ്രൈറ്റ്നസ് കുറവാണ്. അതായത് നമ്മൾ ഫുൾ ബ്രൈറ്റ്നസ് ലോയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണ്ടന്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ആ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനുള്ള ഒരു ഇതില്ല. അപ്പം അതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് കുറച്ച് കുറവാണ്. അപ്പം ഈ ഒരു 3 ഇഷ്യൂസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു പക്കയുള്ള നത്തിങ് ഫോണാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഈ ഒരു ലിസ്റ്റിലെ പവർഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് പോക്കോ F5 എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റാണ് വരുന്നത്. അതായത് സ്നാപ്ഡ്രാഗൺ 7+ Gen 2 എന്ന് പറയുന്ന ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഏകദേശം 11 ലക്ഷത്തിനടുത്ത അൺഡൂഡ് സ്കോർ അല്ല ബെഞ്ച് മാർക്കും കാര്യങ്ങളും ഈ ഒരു മോഡൽ വരുന്നുണ്ട്. ഒരു കിഡിലൻ ഡിസ്പ്ലേ കാര്യങ്ങളാണ് കിട്ടുന്നത്. നല്ല കോൺട്രാസ്റ്റ് ഉള്ള അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ കാണുന്ന സമയത്തൊക്കെ ആ ഒരു ഡീപ്പ് ബ്ലാക്ക് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. യാതൊരു ഫെയ്ഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. നല്ലൊരു ഡീപ്പ് ബ്ലാക്ക് കാര്യങ്ങൾ നമുക്ക് ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അതിനകത്ത് ബ്ലാക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. ഡോൾബി വിഷനും കാര്യങ്ങൾ ഇതിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള എല്ലാ സ്മാർട്ട് ഫോണിലുള്ള 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും ഈ ഒരു മോഡലും വരുന്നുണ്ട്. അതിനും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. 5000 mAh ബാറ്ററിയും 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളാണ് അതിൽ സപ്പോർട്ട് ആവുന്നത്. ഈ ക്യാമറ സെറ്റപ്പ് മാത്രം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം വെച്ചാൽ അത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറയല്ല ഇതിൽ കിട്ടിയിരിക്കുന്നത്. ഒരു ബിലോ ആവറേജ് ക്യാമറയാണ് ഇതിൽ വരുന്നത്. പക്ഷേ നിങ്ങൾ പെർഫോമൻസ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഹാർഡ് കോർ ഗെയിമിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ഈ ഒരു പോക്കോ F5 എന്ന് പറയുന്നത്. ഈ ഒരു ലിസ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ പവർഫുൾ ആയിട്ടുള്ള മോഡൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു മോഡൽ, അതായത് പോക്കോൻ്റെ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നത് താല്പര്യമുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്തൊരു ഓൾറൗണ്ടർ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു മോഡലാണ് മോട്ടോറോള Edge 40 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഓൾമോസ്റ്റ് 30,000 രൂപ ബഡ്ജറ്റിൽ വരുന്നുണ്ട്. ചില സമയത്ത് പ്രൈസ് കാര്യങ്ങൾ ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാൻ പറ്റിയ ഒരു മോഡലാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണെന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഡിസ്പ്ലേ കാര്യങ്ങളാണ് കിട്ടുന്നത്. നല്ല പെർഫോമൻസും കാര്യങ്ങളും വരുന്നുണ്ട്. നല്ല ക്യാമറ സിസ്റ്റമാണ് കിട്ടുന്നത്. പിന്നെ നല്ല ബാറ്ററിയും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു പ്രീമിയം ഡിസൈനും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടാവുന്ന ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ് മോട്ടോറോള Edge 40 എന്ന് പറയുന്ന ഈ മോഡൽ. ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതൊക്കെ എടുത്ത് പറയേണ്ട കാര്യമാണ്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിൽ വീഗൺ ലെതറിൻ്റെ ബാക്ക് കവറും കാര്യങ്ങളാണ് വരുന്നത്, അല്ലെങ്കിൽ ബാക്ക് ഡിസൈനാണ് വരുന്നത്. അത് മാത്രമല്ല അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളും വരുന്നുണ്ട്. IP68 വാട്ടർ റേറ്റിംഗ് കാര്യങ്ങളും ഈ ഒരു മോഡൽ സപ്പോർട്ട് ആവുന്നുണ്ട്. ഈ ഒരു ലിസ്റ്റിലുള്ള മറ്റ് മോഡൽസിന് ഇതില്ല, ബട്ട് ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. 6.55 ഇഞ്ചിൻ്റെ POLED ഡിസ്പ്ലേ കാര്യങ്ങളാണ് ഇതിൽ കിട്ടുന്നത്. അതും കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ സപ്പോർട്ട് ആവുന്നുണ്ട്. 4400 mAh ബാറ്ററിയാണ് നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത്. അത് മാത്രമല്ല മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് മീഡിയാടെക് 8020 എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു പവർഫുൾ ആയുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. 50 mm ഡ്യുവൽ ക്യാമറ കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ ഔട്ട്പുട്ടും കാര്യങ്ങളും, അതായത് അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഈ ഒരു മോഡലിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൊരു ഓൾറൗണ്ടർ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ യൂസേജിന് ഈ ഒരു മോഡൽ പറ്റുമോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയ ശേഷം മാത്രം ഈ ഒരു മോഡൽ ബൈ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു ലിസ്റ്റിലെ സെക്കൻഡ് പവർഫുൾ ആയ ഒരു സ്മാർട്ട് ഫോണാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് iQOO Neo 7 എന്ന് പറയുന്ന മോഡൽ. ഈ ഒരു ലിസ്റ്റിലെ, അതായത് നമ്മുടെ ഈ പോക്കോ F5 കഴിഞ്ഞാൽ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു iQOO Neo 7 എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്. നല്ലൊരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉള്ള ഒരു ക്യാമറ സിസ്റ്റമാണ് നമുക്ക് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് 5000 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആവുന്നുണ്ട്. അതുപോലെ മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. മീഡിയാടെക് Dimensity 8200 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 8 lakhിൻ്റെ അടുത്ത് ബെഞ്ച് മാർക്ക് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഗെയിമിങ്ങിനും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. OS
കുറച്ച് ഷോക്കായിട്ടുള്ളൊരു OS ആണ്. പക്ഷേ എങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ലാഗോ അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് നിൽക്കുക അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല. പക്ഷേ അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആവാം അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാം എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. നല്ലൊരു വലിയ ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്നുണ്ട്. 6.78 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അത് മാത്രമല്ല 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. 1300 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് 64 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് നമുക്ക് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ക്യാമറയൊക്കെ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ക്യാമറ ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് OnePlusൻ്റെ സൈഡിൽ നിന്ന് ഒരു സ്മാർട്ട് ഫോൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നോക്കാൻ പറ്റിയ ഒരു മോഡലാണ് OnePlus Nord C3 എന്ന് പറയുന്ന ആ ഒരു മോഡൽ. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള മോഡലാണ്. എങ്കിലും ക്യാമറ പെർഫോമൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു ബിലോ ആവറേജ് ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് വരുന്നുണ്ട്. അതായത് സ്നാപ്ഡ്രാഗൺ 782G എന്ന് പറയുന്ന ആ ഒരു പുതിയ ചിപ്സെറ്റാണ്. ഒരു സേഫ് ഡിസൈൻ കാര്യങ്ങളാണ് അതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ഒരു ലിസ്റ്റിലുള്ളതിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു ഡിസൈൻ വേണമെങ്കിൽ അങ്ങനെ പറയാം. 5000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ സപ്പോർട്ട് ആവുന്നുണ്ട്. നല്ലൊരു ബാറ്ററി ബാക്കപ്പും കാര്യങ്ങൾ ഇതിൽ കിട്ടുന്നുണ്ട്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു മോഡൽ ഏകദേശം 26,990 അല്ലെങ്കിൽ 25,000 രൂപ ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും അവസാനത്തെ ആ ഒരു ഇതായിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പം ടോട്ടൽ ഇത്രയാണ് നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ലിസ്റ്റ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂസേജിനുള്ള ഒരു മോഡൽ ഇതിനകത്ത് ഉണ്ടായിരുന്നോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.